മണ്ണാർക്കാട് നഗരസഭാ കൌൺസിലർ മൻസൂറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നഗരസഭയുടെ ശുപാർശ. ഷാനിഫ് നൽകിയ പരാതിയാണ് നഗരസഭ പരിഗണിച്ചത്. വാർഡിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്നും ഫണ്ട് വകമാറ്റി ഭവന നിർമ്മാണത്തിനായി വിനിയോഗിച്ചു എന്നും പരാതിയിൽ പറയുന്നു. സമർപ്പിക്കപ്പെട്ട പരാതിയുടെ സാരാംശം കൌൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി. ഒരു ഇടതുപക്ഷ കൌൺസിലർ മൻസൂർ എന്ന് പറയുന്ന കൌൺസിലറിന്റെ നിരന്തരമായി ഈ കൗൺസിലിൽ പരാതി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു തവണ രണ്ട് തവണ ഇല്ല. അതിന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് സാമ്പത്തിക ക്രമക്കേടാണ്. ഗുരുതരമായ ആരോപണം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. കരാറുകാരിൽ നിന്ന് ഭീമമായ സംഖ്യ തൻ്റെ വാർഡിൽ കരാറെടുത്ത കരാറുകാരിൽ നിന്നും മണ്ണാർക്കാട് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നടക്കുന്ന മൊത്തത്തിലുള്ള കരാറുകാരിൽ നിന്നൊക്കെ സ്വന്തം പാർട്ടി അറിഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല, പാർട്ടിയുടെ പേര് പോലെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ വ്യാപകമായി ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പുറത്തു വരികയും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മണ്ണാർക്കാട് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഷാനിഫിന്റെ ഒരു പരാതി, ഈ ഷാനിഫിന്റെ കൂടെ തന്നെയുള്ള അദ്ദേഹത്തിന്റെ പാർട്ണർ തോന്നുന്നു, രണ്ടുപേരും CPM-മായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. ഷാനിഫ് SFIയുടെ മുൻ നേതാവാണ്. റിയാസ് മണ്ണാർക്കാട്ട് അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ കാലവർഷി പഞ്ചായത്തിലെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വായിച്ചിരുന്ന ആളാണ്. ഇപ്പോഴും CPM-കാരനാണെന്നാണ് അറിയുന്നത്. മറ്റു നടപടി നേരിടുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഏതായാലും ഈ മൻസൂറിന്റെ കൂടെ 24 മണിക്കൂറും നടന്ന ഷാനിഫ് എന്ന് പറഞ്ഞ SFIയുടെ മുൻ പ്രവർത്തകൻ, അദ്ദേഹമാണ് വളരെ കൃത്യമായി ഈ ആരോപണം ഉന്നയിച്ചിട്ട് പാലക്കാട് പോയി പത്രസമ്മേളനം, നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്, പാലക്കാട് പോയി പത്രസമ്മേളനം നടത്തി ലക്ഷക്കണക്കിന് രൂപ മൻസൂർ കോൺട്രാക്ടർമാരുടെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി ചോദിച്ചു വാങ്ങുന്നു. ഞങ്ങൾക്ക് ഈ ജോലിയുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല, കുടുംബത്തോടെ ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ഈ കോൺട്രാക്ടർ പത്രസമ്മേളനം നടത്തി പറഞ്ഞതൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഇതിനു മുമ്പ് ഇദ്ദേഹത്തിനെതിരെ പല കേസുകളും ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കൗൺസിലർമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇടതുപക്ഷ കൗൺസിലർമാരുണ്ട്, BJP-യുടെ ഉണ്ട്, ലീഗിന്റെ ഉണ്ട്, കോൺഗ്രസിന്റെ ഉണ്ട്. ഇതിനു മുമ്പും ഇവിടെ കൗൺസിലർമാർ, പഞ്ചായത്ത് മെമ്പർമാർ ആർക്കെതിരെ ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു കൗൺസിലർക്കെതിരെ നിരന്തരമായ സാമ്പത്തിക ക്രമക്കേട് ചർച്ച ചെയ്യുമ്പോൾ ഏതായാലും അത് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് തീരുമാനമെടുത്തതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് ക്രമക്കേടുകളാണ് ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്. ഈ SFIയുടെ ഷാനിഫിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, മണ്ണാർക്കാട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപയാണ് വാങ്ങിയിട്ടുള്ളതെന്നുള്ളതും, അതുപോലെ തന്നെ അത് തിരിച്ചു ചോദിച്ചപ്പോ കിട്ടുന്ന വഴി നോക്കിക്ക എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാനിതൊക്കെ ഒരു ഔദ്യോഗികമായി ഉത്തരവാദിത്തപ്പെട്ട മണ്ണാർക്കാട് ഒരു പ്രവർത്തനം പറഞ്ഞ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇതല്ല, അത് ഞാൻ അത് അവിടെ നിരന്തരമായ ഇങ്ങനെ ഒരു സാമ്പത്തിക ക്രമക്കേട് നേരിടുന്ന ഈ വ്യക്തിയാണ്. അപ്പൊ അത് വിജിലൻസ് അന്വേഷണം ഇവിടെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഈ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് തന്നെ ഇന്നത്തെ ഈ ഇത്തരം പ്രവർത്തനമൊക്കെ വളരെ അപമാനകരമായ പ്രവർത്തനം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. നിർദ്ദിഷ്ട പദ്ധതികൾ സ്വന്തം താൽപര്യപ്രകാരം മാറ്റിമറിച്ചു എന്നതാണ് പരാതി.